ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത് കുറച്ച് കുക്കിംഗ് കാര്യങ്ങളും അതേപോലെ തന്നെ ചെടികൾ പരിചരിക്കുന്ന രീതിയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ പതിവ് പോലെ ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ ഞാൻ ഒരു ഗ്ലാസ് ചായയാണ് വെക്കാറ്. ഇന്നിപ്പോൾ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഒരു കൈ കണ്ടല്ലോ, ആലിം അടുത്ത് വന്നിപ്പണ്ടേ. അപ്പോൾ ആലിമിനും കൂടിയുള്ള ചായ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനും കൂടിയുള്ളൊരു കുഞ്ഞി കപ്പും കൂടി ഞാൻ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര എടുക്കുന്ന സമയത്തുണ്ടല്ലോ, വീട്ടിൽ കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും, ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു നുള്ള അവന് ഞാൻ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റട്ടെ. സ്കൂളുള്ള സമയമാണെങ്കിൽ ഈ ചായയും കുടിച്ചുകൊണ്ട് ഞാനിവിടെ ജോലിയും ചെയ്തുകൊണ്ട് ഇപ്പം ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് നേരം ചായയും കുടിച്ചിരുന്ന് ഒന്ന് റിലാക്സൊക്കെ ആയതിനു ശേഷം കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് അധികമൊന്നും വൈകിട്ടൊന്നുമില്ല, നേരത്തെ തന്നെയാണ് കിച്ചണിൽ കയറിയേക്കുന്നത്. അങ്ങനെ എൻ്റെ ചായ കൂടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആലിമ് പെട്ടെന്ന് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞിട്ടില്ല. ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. തേങ്ങ ഇപ്പോൾ തൊട്ട് മുമ്പ് ആഹിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. തേങ്ങ തീർന്നിരിക്കുമായിരുന്നേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലാഞ്ചിയാണ് കേട്ടോ. ആഹിൽ ഇന്നലെ കിടക്കണ സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു ഏലാഞ്ചി വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഏലാഞ്ചിക്ക് അത്യാവശ്യം തേങ്ങ വേണമല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. തേങ്ങ വെള്ളം ഞാൻ തന്നെയാണ് കേട്ടോ കുടിക്കാറ്. പാലിമാണെങ്കിലും ആഹിലാണെങ്കിലും അങ്ങനെ തേങ്ങ വെള്ളം കുടിക്കണ ശീലമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് കുടിച്ചു. അപ്പം ഈ തേങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ആലിമ ചായയോടെയൊക്കെ കഴിഞ്ഞ് ഗ്ലാസ് കൊണ്ടുവന്ന് വെക്കാൻ വന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ഇരിക്കണു. അപ്പം തന്നെ അവൻ ചോദിച്ചോട്ടാ ചെറിയൊരു പീസ്. അപ്പം ഞാൻ വേഗം ഒരു കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇപ്പുറത്തെ കൈയും കൂടി കാണിച്ചു കേട്ടോ. അങ്ങനെ ആ കയ്യിൽ ഒരു കുഞ്ഞു പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം തേങ്ങ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഏലാഞ്ചി എന്നാണ് കേട്ടോ പറയുന്നത്. പല സ്ഥലത്തും പല പേരിലായിരിക്കും കേട്ടോ ചിലപ്പോൾ പറയുന്നത്. അപ്പം ഞാനിത് മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ആഹിലിനെന്നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. മെയിനായിട്ട് വേണ്ടത് തേങ്ങയും ശർക്കരയും ഏലക്കായും തന്നെയാണ് കേട്ടോ. അപ്പോൾ മൈദപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. മൈദപ്പൊടി കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. മുട്ട പൊട്ടിച്ചിട്ടിട്ടില്ല കേട്ടോ. മുട്ട പൊട്ടിച്ചൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ അപ്പമൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മുട്ട ചേർത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി തേങ്ങയും ശർക്കരയൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് ചേർക്കാൻ ഞാനേ. അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ എടുത്തു കേട്ടോ. എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊന്നും ആവില്ല എന്നുള്ളത്. പിന്നെ ബാക്കിയും കൂടി പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഏലക്ക ഒന്ന് തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കൂരി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനിയാക്കി ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. കാരണം ശർക്കര കിട്ടുമ്പോൾ തന്നെ ഉരുക്കി അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് ആക്കി വെച്ചേക്കും. ആലിമ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ശീലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് അങ്ങോട്ട് ഒഴിക്കാമല്ലോ. നമ്മളങ്ങനെ അലിയിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയുകൊണ്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതുപോലെ 2 പാൻ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാനൊന്ന് കഴുകും കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു പാത്രം വെക്കുന്നത്. ഇനിയിപ്പോൾ പഴയ പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്ത് നമ്മളുടെ ഈ ഒരു മാവ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പരത്തുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ. വല്ലാണ്ട് തീ കൂടിപ്പോയാലും ശരിയാവില്ല, തീ കുറഞ്ഞു പോയാലും ശരിയാവില്ല. ഇതിന് ഈ ഒരു അപ്പത്തിന് ഗ്യാപ്പ് വീണ് കഴിഞ്ഞ പണിയാണേ. അതിൻ്റെ ഉള്ളിൽ കൂടി ശർക്കരയൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് വെക്കാൻ പോയപ്പോഴത്തേനും അവിടെ നന്നായിട്ട് പുകഞ്ഞ് വന്നേ. ഒന്നാമത്തെ ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ. പിന്നെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം അതിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് മേളിലും കൂടി ഒന്ന് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ ഒന്ന് നല്ലൊരു എന്താ പറയുക നല്ലൊരു മൊരിഞ്ഞ രീതിയിലാക്കി എടുക്കുക കേട്ടോ. ആലിം അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പപ്പടം ആണെന്നൊക്കെ ആള് പറയുന്നുണ്ട്. ഈ ഒരു വട്ടം കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരപ്പം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ശർക്കരയും തേങ്ങയും പിന്നെ അതുകൂടാണ്ട് ഏലക്കയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു അപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ലോക്ക് ചെയ്യണം കേട്ടോ. നേരെ അങ്ങോട്ട് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ കൂടി അങ്ങോട്ട് പോരും. അപ്പോൾ ഈ ഒരു 2 സൈഡ് ഒന്ന് ലോക്കാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്.
അപ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. ശർക്കരയും തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോന്നും ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരേനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് പഞ്ചസാരക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ പഞ്ചസാര എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ശർക്കര തന്നെ ചേർക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ പഞ്ചസാര തന്നെയാണ് കേട്ടോ ചേർത്ത് വെച്ചത്. അപ്പോൾ അതാ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ജോലി പതുക്കെ അവിടെ പെൻഡിങ് നിർത്തിയേക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ വീടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് തുടങ്ങുന്ന ഒരു റൂം ഉണ്ടാവുമല്ലോ, അതേപോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മേളിലാണെങ്കിൽ ആഹിലിൻ്റെ റൂമിൽ നിന്നായിരിക്കും കേട്ടോ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു റൂമും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ കുറച്ച് ചെടി എനിക്ക് കട്ട് ചെയ്യാനായിട്ടുണ്ട്. ബോഗൺവില്ലാസ് കുറച്ചൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ക്ലീൻ ചെയ്തത്. ഈ ഇല കൊഴിഞ്ഞ് വീണ് കിടക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ, കാര്യമായിട്ട് അഴുക്കൊന്നുമില്ല. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തപ്പോൾ ഉണങ്ങി നിന്നേച്ചാണ് കേട്ടോ ഏകദേശം ഈ ചെടികളൊക്കെ. ഇതാ പൂവൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആലിമിന് വയ്യാണ്ടും പിന്നെ എനിക്ക് വയ്യാണ്ടൊക്കെ വന്ന ഒരു സമയത്ത് നമുക്ക് ചെടികൾ കാര്യമായിട്ടൊന്നും നോക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ ചെടികൾ കാണുമ്പോൾ തന്നെ ഭയങ്കര മോശാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതാ എല്ലാം കിളിർത്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബോഗൺവില്ല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് നശിച്ചു പോയില്ല കേട്ടോ. ഞാൻ കൊമ്പൊക്കെ വെട്ടിയ കൂട്ടത്തിൽ എന്താ ഒരെണ്ണം ആ ഒരു സൈഡിലേക്ക് വീണ് പോയിട്ടോ. അപ്പം ഞാൻ എന്താ നമ്മൾ മാറാമ്പലൊക്കെ തുടക്കുന്ന ആ ഒരു കോലുണ്ടല്ലോ, അതിനാവുമ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തോണ്ടി ഞാൻ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇപ്പണ്ടേ ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എന്താ ഇതേപോലെ കൊമ്പുകളൊക്കെ ഒന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് ഒരു കെട്ടൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് തുടച്ചെടുക്കട്ടെ. നമുക്ക് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് വൈകുന്നേരം ചെടികളൊക്കെ ഒന്ന് നട്ടു കൊടുക്കാനുള്ളതാണ് കേട്ടോ. നമ്മളുടെ ആ ഒരു സൈഡിൽ താഴത്ത് വെച്ചിരിക്കുന്ന ബോഗൺവില്ലാസൊക്കെ നല്ലപോലെ ചീത്തയായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നനക്കാത്തത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തൊന്ന് മാറ്റിയൊക്കെ നട്ടു കൊടുക്കണം. ഏതെങ്കിലും ചെടി കാലിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊമ്പങ്ങട് നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെയറും താഴെയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ തുടക്കുന്ന സമയത്ത് താഴേക്കൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം ഏറ്റവും എന്താ ആലിമും മൊബൈലും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, എവിടെ പോയാലും എൻ്റെ പുറകെ ആളുണ്ടാവും. സാധാരണ രീതിയിൽ മേളിലും താഴെ ഞാൻ ഒരു ദിവസം തുടക്കാറില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുള്ളൂ. നമുക്കിപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ മേളിലും താഴെയും കൂടി ഒരേ ദിവസം തുടക്കും. അല്ലാന്നുണ്ടെങ്കിൽ മേളിൽ ഒരു ദിവസം തുടക്കും, താഴെ ഒരു ദിവസം തുടക്കും, അങ്ങനെയാണ് കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം സമയമുള്ളതുകൊണ്ട് ഞാൻ മേളിലും താഴെയും കൂടി ഒന്നിച്ചങ്ങോട്ട് തുടച്ചാണേ. പിന്നെ ആ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ടേബിള് ബുക്സൊക്കെ ആകെ കൊളായിട്ട് കിടക്കായിരുന്നു. ഈ ബുക്സ് ഇങ്ങനെ ഇരിക്കാൻ കാരണമുണ്ട് കേട്ടോ. മാസാവസാനം ആകുമ്പോഴത്തേനും കുട്ടികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്ക് അങ്ങനൊരു ചെറിയൊരു പെൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആഹിലിന് ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ആഹിൽ പോയിട്ട് രാവിലെ തന്നെ ബുക്സ് ഒക്കെ എടുത്ത് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടാ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ജോലിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോരുകറിയാണ് വെക്കാൻ പോകുന്നത്. കുമ്പളങ്ങ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങയിൽ മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് മുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഇതാ തക്കാളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ തക്കാളി ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആയിരുന്നേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ആദ്യം തന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മളുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോര് കറിക്കുള്ളത് അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് കഴുകിയിട്ട് ഇത്തിരിയും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പാനിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേനും കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതാ വെളുത്തുള്ളി ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ, ചതച്ചിട്ടില്ല. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്കിതാ സവാള ചേർത്ത് കൊടുക്കാം. സവാള ആവശ്യത്തിന് അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. സവാള ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മോര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ തിളപ്പിക്കില്ലല്ലോ മോര് കറി. ഒന്ന് ചൂടായി ബബിൾസ് ഒക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്യുമല്ലോ. അപ്പോൾ അത് അതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. മോര് കറിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും വേപ്പിലയും കുറച്ച് മുളക് പൊടി കളറിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നമ്മുടെ മോര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മോര് കറിയിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യും
കേട്ടോ. നല്ലൊരു ടേസ്റ്റിനായിട്ട് തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തക്കാളി ചമ്മന്തിയിൽ ഞാൻ പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാത്രം കഴുകാനുള്ളത് സിങ്കിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ചോറീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 3:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു പായസം ഉണ്ടാക്കാൻ പോവാണേ. ഇത് ആൻറ്റി വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ ഒരു പായസം മിക്സ്. അത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഞാൻ പപ്പടവും പഴവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത് അംഗനവാടിയിൽ ഉണ്ടായിരുന്നപ്പോൾ കഴിച്ചായിരുന്നു, പക്ഷെ പഴം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക ഒരു റീകളക്ഷനാണ് കേട്ടോ, നമ്മളുടെ പഴയ ഒരു ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാൻ കൊതിയായിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുവാണേ. അപ്പോൾ ഒരു 1 ലിറ്റർ പാലാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മളുടെ ഈ ഒരു മിക്സ് അങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തണുത്തിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേനും ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ, ഞാനും അലിമും കൂടി. നമ്മൾ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ കുടുംബശ്രീയിലുള്ള അംഗങ്ങൾ നമ്മൾ ഓണച്ചന്തയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനപ്പോൾ പോയിട്ട് അച്ചാറും പുളിയിഞ്ചിയും വാങ്ങിച്ചു കേട്ടോ. കാരണം എനിക്ക് അച്ചാറും പുളിയിഞ്ചിയൊക്കെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് അതൊക്കെ രണ്ടും വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ജോലിയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഈ കാണുന്ന ചെടികളാണ് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടത്. കാരണം ഈ ചെടികളുടെ ഉള്ളിലൊക്കെ നിറച്ച് പച്ച പിടിച്ച് നിൽക്കുവാണേ. പിന്നെ ഉള്ള ചെടിയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഈ അടുത്താണ് ഞാൻ പിന്നെ ഇതൊക്കെ ഒന്ന് നനച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തൊന്നും കൂടി നോക്കണം. ചീത്തയായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ചെടി നട്ടു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് താഴത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴത്തേക്ക് എടുത്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ചെടികളൊന്നും ചീത്തയായിട്ടില്ല. ഉണങ്ങിപ്പോയെങ്കിലും ആ ഒരു കൊമ്പിൽ കിളിർപ്പൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. ബോഗൺവില്ല ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായിട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്നും കൂടി ഒന്ന് നട്ടു കൊടുത്താൽ മതിയല്ലോ. ഒരു ഇതേപോലത്തെ ഒരു കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇന്റർലോക്ക് കട്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേളിൽ മണ്ണ് വീണ് കഴിഞ്ഞാൽ നല്ല പണിയാണ്. മഴയുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എങ്കിലും ഒരു കവർ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചെടിച്ചെടിയിലൊക്കെ നന്നായിട്ട് പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു കൊമ്പ് സേഫ് ആയിട്ടൊന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വേര് പിടിച്ചതാണേ. അപ്പുറത്ത് ആ ഒരു കവറിലിരിക്കുന്നത് ബയോബിനിലെ വളമാണ്. ഇപ്പം ഞാൻ എല്ലാ ചെടികൾക്കും ഇത് തന്നെയാണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നടുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അധികം മണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം ഈ ഒരു ചട്ടിയിലൊക്കെ നിറച്ചു മണ്ണാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ല, നിറച്ചു മണ്ണാണ്. അപ്പോൾ ഇതൊന്നും മാറ്റി പകുതി നമുക്ക് ഈ ഒരു ബയോബിനിലെ വളവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലൈറ്റ് വെയിറ്റും ആയിരിക്കും. ഇപ്പോൾ ഹാങ് ചെയ്തിട്ടാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് മണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണേ. അപ്പോൾ അതുകൊണ്ടിട്ട് മണ്ണൊക്കെ ഇതേപോലെ മറ്റുള്ള ചെടികളിലേക്കൊക്കെ ഇട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ആ ഒരു ചെടി സേഫായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ മണ്ണ് തന്നെ സെയിം നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് ബയോബിനിലെ വളവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ചെടി നോക്കി കിളിർപ്പൊക്കെ രണ്ടാമത് കിളിർത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സേഫായിട്ട് നട്ടു കൊടുക്കണം. വേറെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ചീത്തയായി പോയില്ല. അപ്പോൾ കുറച്ചും കൂടി മണ്ണും ബയോബിനിലെ വളവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ബാലൻസ് ചെയ്തൊന്ന് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സേഫായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതും അതേപോലെ തന്നെ എടുക്കാം. അടുത്തതിൽ നല്ല പുല്ലുണ്ട് കേട്ടോ. ആദ്യം അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ചേനെ കണ്ടിട്ട് അതിൻ്റെ പുറകെ നടക്കുവാണേ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതേപോലെ തന്നെ എല്ലാ ചെടികളും എടുത്തിട്ട് നമുക്കൊന്ന് നട്ടു കൊടുക്കാം കേട്ടോ. ഭാഗ്യത്തിന് ഒറ്റ ചെടിയും ചീത്തയായിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിലും രണ്ടാമത് കിളിർപ്പ് പൊട്ടി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത് എല്ലാം സേഫായിട്ട് തന്നെ നട്ടിട്ടുണ്ട്. അങ്ങനെ ബോഗൺവില്ലാസ് എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മണ്ണൊക്കെ ബാക്കി വന്നായിരുന്നേ. അപ്പോൾ നമ്മളുടെ ആ ഒരു സൈഡിൽ മുളകും തൈ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പോട്ടിൽ മണ്ണൊക്കെ കുറവാണ് കേട്ടോ. മണ്ണും വളമൊക്കെ കുറവായിരുന്നേ. അപ്പോൾ ഈ ഒരു ബാലൻസ് വന്ന മണ്ണും വളമൊക്കെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലത്തെ ഒരു 4-5 ചട്ടിയുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നത്. അപ്പം എല്ലാ ജോലിയും കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയായിട്ടോ. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്, സന്ധ്യ കഴിഞ്ഞോട്ടോ. പിന്നെ ഞാൻ വേഗം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു, അടിച്ചു വാരി ഇലകളൊക്കെ കളഞ്ഞു. പിന്നെ മണ്ണൊക്കെ ഒന്ന് വാരി ബാലൻസ് ഉണ്ടായത് ചെടികൾക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. മുളകും തൈ ഞാൻ അപ്പുറത്ത് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ രാവിലെ നനച്ചതായിരുന്നേ. അപ്പോൾ ഈ നട്ട് കൊടുത്ത ചെടികളൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ ചെടിച്ചട്ടിയുടെ അടിയിൽ കൂടി വെള്ളം വരുന്ന രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെയും കൂടി ഒന്ന് അടിച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നാളെ ആകെ ചെളി പിടിച്ച് കിടക്കും. അപ്പോൾ അവിടെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. നല്ല മഴയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, വെള്ളം അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളും. ചെടികൾ എന്തായാലും ഇപ്പം ഞാൻ ഹാങ് ചെയ്ത്
ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തും ഈ ഒരു നടയിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ രാത്രി നല്ല മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ ഈ നട്ട് വെച്ചതൊക്കെ പോകും നമ്മുടെ. അപ്പോൾ ഇതൊന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഒന്ന് എടുത്ത് ഹാങ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളും എടുത്ത് ഈ ഒരു സിറ്റൗട്ടിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹിൽ കളിക്കാൻ പോയി വന്നിട്ടുണ്ട് കേട്ടോ. ആഹിൽ കളിക്കാൻ പോയി വന്നപ്പോൾ തന്നെ അതാ പായസം എടുത്തേ. പായസം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പപ്പടം എന്താ പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് പായസം കോരി ഒഴിക്കുന്നുണ്ട്. പിന്നെ അതാ 2 പഴവും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്ര ഉള്ളട്ട് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.